ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് അരിയും 2 ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കും പിന്നാണെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാനും ഒരു അടിപൊളി ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് ഇത് അളന്നെടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. കൂടാതെ നമ്മൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങാണെങ്കിൽ പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ പച്ചരി ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സർ ജാറിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു മിക്സർ ജാർ എടുത്തു. ഇതിലോട്ട് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിന് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ലതായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ അരിമാവ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ മിക്സർ ജാറിലോട്ടുണ്ടല്ലോ നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടും. കൂടാതെ നമ്മൾ ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങുണ്ടല്ലോ നമുക്ക് അരിമാവിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഈ അരിമാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ അരിമാവ് ഉരുളക്കിഴങ്ങും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്ട് 2 എണ്ണമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിലോട്ട് ചേർക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. 1-2 മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലാണ് ഇരിക്കേണ്ടത്. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ലൂസായിട്ട് വേണം ഇരിക്കാനേ. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നിയും കൂടെ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. ഞാനിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിരിക്കുകയാണ്. തേങ്ങ ചിരകിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയ 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആണേ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കുക. ഒത്തിരി ലൂസായിട്ടുള്ള ചട്നിയല്ല തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് നമുക്ക് ചേർക്കാം.
ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്നിയൊക്കെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചട്നിയാണിത്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടല്ലോ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു പാനിലോട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എത്ര വലുപ്പത്തിലാണോ നമുക്കിത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സമയം ഒത്തിരി എണ്ണ അങ്ങ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഇട്ട് കൊടുത്താൽ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കാവ് കേട്ടോ. ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് വിടിവിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണയുടെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമേ. ഒരു വശം ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണിത് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി, അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇപ്പോൾ അത് നോക്കിക്കേ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചെടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മാവും എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അരിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.